ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റുള്ളൊരു സ്പെഷ്യൽ കൂട്ടുകറിന്ന് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് 4 ഐറ്റമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേന്ത്രക്കായിന് ഇത് ഒരെണ്ണം ഉണ്ട്, പിന്നെ അത് മത്തങ്ങന് ഇതൊരു 250 ഗ്രാം ഉണ്ട്, പിന്നെ അത് ചേന ഇതും അത്ര തന്നെ ഉണ്ടാവും, പിന്നെ കടല ഇത് ഞാനൊരു ഹാൻഡ് ഫുള്ളാണ് എടുത്തത്. പക്ഷെ കുതിർന്നപ്പോൾ ഇത്രയായതിന് ഇത്തിരി കൂടിയതിന് കൂടുതലായിട്ട് തോന്നുന്നതിന്. മത്തങ്ങ ഈ റെഡ് കളറ് നല്ലോണം മൂത്തതെടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്കത് വെക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. കുക്കറിലാണോ അതോ വേറെ ഏതെങ്കിലും പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 വിസിൽ കേട്ടോട്ടെ. അപ്പം അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പിടുക. കുറച്ച് ഇട്ടാൽ മതി, പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇത് വേവാനുള്ള വെള്ളം, അതായത് ഒരു മുങ്ങാനായിട്ട് വേണ്ട, ഇതിൻ്റെ താഴെയായിട്ട് നിൽക്കുക. ഇത്ര മതി. ഇത് നന്നായിട്ട് ഇനി വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ കേട്ടോട്ടെ. അപ്പം ഇതൊരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്, ഒരുവിധം എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ, കുറച്ച് ഉടച്ചാൽ മതി. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് കുക്കിംഗ് ഓയിൽ എന്തായാലും ഒഴിച്ചാൽ മതി, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ നാടൻ കറിയല്ലേ, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. എണ്ണ ഇത്തിരി കൂടുതൽ വേണം. ഇതൊന്ന് ഉടച്ചെടുക്കുക. കടല ഉടയില്ല, ബാക്കിയുള്ളതൊന്ന് കുറച്ച് ഉടഞ്ഞോട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കാന്ത എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലൊരു 10 ചെറിയ ഉള്ളിയുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞ് വെച്ചതാണ്. കാന്ത മീഡിയം സൈസിന്. പിന്നെ ഇതിൽ നാളികേരം, ഇത് ഞാനൊരു 1 മുറിയും പിന്നെ വേറൊരു മുറിയുടെ പകുതിയും അത്ര എടുത്തിട്ടുണ്ട്. നാളികേരം കുറച്ച് കൂടുതൽ വേണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകവും ആ നാളികേരം കൂടെ വെറുതെ ഒന്ന് ചതച്ചെടുത്തതാണ്, അരക്കരുത്. പിന്നെ കുറച്ച് വേപ്പില വേണം, പിന്നെ കടുക് 1 സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം വേണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഇടാം. അതൊന്ന് ഉലുവയല്ല, സോറി, ഉഴുന്ന് പരിപ്പാണ് കേട്ടോ, തെറ്റിപ്പോയതാണ്. ഉലുവയല്ല, ഉഴുന്ന് പരിപ്പ്. അത് കടുകും ഉലുവാന്ന് പറഞ്ഞ് അത് തന്നെ വായൽ വരിക. അപ്പോൾ അത് റെഡ് കളറാകുമ്പോൾ അതിലേക്ക് കാന്താരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി റെഡ് കളറാവണം, അതുവരെ ഇങ്ങനെ ഒന്ന് മീഡിയം സൈസ് തീയിലൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി വന്നെടുക്കും. ഇതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിൽ നാളികേരം ഇടാം. ബ്രൗൺ ആവാൻ നിൽക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. പിന്നെ നാളികേരം ഇതും കൂടെ ഒന്നിച്ച് ഒന്നൊരു ലൈറ്റ് ബ്രൗൺ ആവും. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച പച്ചക്കറി അതിലിടാം. ഇതിൽ വേപ്പിലിടാം. വേപ്പില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കേണ്ടി കേട്ടോ, ഒരു അരയില്ല, 1/4. ഇത് നല്ല സ്മെല്ലിനും ഒരു നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്, ഇത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളി. അപ്പോൾ നമുക്ക് നാളികേരം ഇതിൽ കൂടി ഇട്ട് കൊടുക്കാം. നാളികേരവും ജീരകവും കൂടെ ചതച്ചതാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, മീഡിയം തീയിൽ.
അപ്പോൾ അത് ബ്രൗൺ ആയിട്ടുണ്ട്. നാളികേരവും പിന്നെ നമ്മൾ ഉള്ളിയും കൂടി ഇട്ടത്, 2 തരം ഉള്ളിയുണ്ട്. പിന്നെ ഇതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, വേപ്പിലയുണ്ട്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ട്. എല്ലാം നല്ല ബ്രൗൺ കളറായി. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചതിന് അതൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം അഥവാ ജീരകം വറുത്ത് പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ കടുകൊക്കെ പൊട്ടിക്കില്ലേ, അപ്പോൾ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചാൽ മതി. ഇനി ഇതിലേക്കിത് ഇട്ട് കൊടുക്കുക. ഇതിൽ കൂടുതൽ വെള്ളം പാടില്ല, പിന്നെ കുറേ ഡ്രൈ ആവരുത്, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയാവണത്. ഇത് നന്നായി ഇളക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറായി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇതിൽ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ തന്നെ. കുറച്ച് പോരായിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.